അങ്ങനെ ഇരുന്നപ്പോഴേ പഴങ്കഞ്ഞി കഴിക്കാൻ കൊതിയാവണം. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. പഴങ്കഞ്ഞി ഉണ്ടാക്കിയാലോ? പഴങ്കഞ്ഞി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ട കറികളാകാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ വെച്ചൊരു ചമ്മന്തി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പുളിയൊക്കെയുള്ള ചമ്മന്തി, കൂടാതെ കൊണ്ടാട്ടം, അതുപോലെ പപ്പടം, മീൻ വറുത്തത്, നല്ല ഉണക്കമാങ്ങ കൊണ്ടുള്ള അച്ചാർ. ഇനി ഉണക്കമീൻ വറുത്തിട്ട് കുറച്ച് ഉള്ളിയും മുളകും ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി വേണം, പച്ചമുളക് വേണം, പുളിയുള്ള തൈര് വേണം അല്ലേ. ഇനി നല്ല മുളകിട്ട മീൻകറി കൂടിയുണ്ട്. ഇത്രയും പോരെ നമുക്കൊരു പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഇരുന്ന് സമാധാനത്തോടും കൂടി കഴിക്കണം. മൺചട്ടിയിലാക്കി വെച്ച പഴങ്കഞ്ഞി ചട്ടിയിലേക്ക് ഇടുക. ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പച്ച ഉള്ളിയാണ്. ഉള്ളി, പുളിയുള്ള തൈര്, കൊണ്ടാട്ടം, അതുപോലെ തന്നെ മീൻകറി എല്ലാം കൂടി കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ സാറേ. അപ്പോഴേ ഇഷ്ടപ്പെട്ട കമ്പനിയാണേ.